ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു മീൻ കറി ഉണ്ടാക്കാം. അപ്പോൾ വറ്റയാണ് കിട്ടിയിരിക്കണേ. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്കൊരല്പം കപ്പയും കൂടെ വേവിച്ചെടുക്കാം. കപ്പ വേവിക്കുന്നതൊന്നും ഞാൻ കാണിക്കുന്നില്ല, മീൻ വെക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ ദേ വറ്റപ്പാര എന്നാണ് ഇതിന് പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ നടുക്കൊരു വാലിൻ്റെ അവിടെ നിന്ന് ഒരു മുള്ളുണ്ട്, അത് ചെത്തിക്കളയണം. ഒരു ബലമുള്ള മുള്ളു പോലത്തെ ഒരു സാധനമുണ്ട്. അപ്പോൾ അത് ചെത്തി അതിൻ്റെ ചെതമ്പലൊക്കെ നല്ലതുപോലെ ചെത്തിക്കളഞ്ഞിട്ട് എടുക്കാം. അപ്പോൾ ഇതിപ്പോൾ രാത്രിയാണേ, അപ്പോൾ അതുകൊണ്ട് കല്ലിലൊന്നും ഇട്ട് ഉരക്കാൻ പോകാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കത്തിയും കൊണ്ട് തന്നെ നല്ലതുപോലെ ഉരച്ചെടുക്കുവാണേ. ഇത് നല്ല ഒരു വയറിൻ്റെ ഭാഗത്ത് ഒരു ചെറിയ മുള്ളുണ്ട്. അതെങ്ങാനും കൈയിട്ട് കൊണ്ടാൽ കൈ പറഞ്ഞു പോണ വേദനയാണ്. അപ്പോൾ ഞാൻ ദേ കത്രിക കൊണ്ടാണ് മുറിച്ചെടുക്കുന്നത്. ആ മുള്ള് ശരിക്കും അങ്ങോട്ട് മുറിച്ചെടുക്കാം. ദേ ആ ഭാഗത്താണ്, ദേ ഇവിടെയാണ് ഒരു മുള്ളുള്ളത്. അപ്പോൾ നമുക്ക് നല്ല പോലെ വെട്ടിത്തേച്ച് കഴുകിയെടുക്കാം. അപ്പോൾ ഇതിൽ ഞാൻ കുറച്ച് ഉപ്പെടുത്ത് വെച്ചിട്ടുണ്ട്, കല്ലുപ്പ്. അപ്പോൾ ഉരക്കാൻ പറ്റാത്തത് കൊണ്ട് നമുക്ക് ചട്ടിയിലിട്ട് തന്നെ കല്ലുപ്പ് ഇട്ട് ഉരച്ചെടുക്കാം. കത്തി കൊണ്ട് നല്ലോണം ഉരച്ച് കളയണേ. ഇത് ചെറിയ ചെറിയ ചെതമ്പലാണ്. ചെതമ്പൽ അധികം ഇല്ല, എന്നാലും ആ തലയുടെ ഭാഗത്തൊക്കെ ചെതമ്പലുണ്ട്. നമുക്കിത് മുറിച്ചെടുക്കാം. മുറിച്ചിട്ടാലാണ് ഉരച്ചെടുക്കാൻ പറ്റുള്ളേ. നാല് കഷ്ണമൊക്കെ ആയിട്ട് മുറിക്കാം. ഞാനിപ്പോൾ ഇത്തിരി വലിയ കഷ്ണങ്ങളാക്കിയാണ് മുറിച്ചെടുക്കണേ. ഉള്ളിലുള്ള അഴുക്കൊക്കെ കളയാം. നല്ല ബലമാണേ, നല്ല ബലമുണ്ട്. ഇനി ഞാനിത് എല്ലാം വൃത്തിയാക്കി ചട്ടിയിലിട്ട് കല്ലുപ്പിട്ട് നല്ലതുപോലെ ഉരച്ചെടുക്കുവാണേ. ഒരു 4-5 പ്രാവശ്യം ഒന്ന് ഉരച്ച് കഴുകണേ. ഇപ്പോൾ കുറേ നാളായി മീൻ മേടിച്ചിട്ട്. അപ്പോൾ എല്ലാം നല്ലതുപോലെ കഴുകി വേറെ പാത്രത്തിലേക്ക് ഇടാം. മീൻ വെട്ടിയ കൊണ്ടുവരുന്നെങ്കിൽ നമുക്ക് പെട്ടെന്ന് കറി വെക്കാൻ പറ്റും. ഇത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള ചെത്തിയൊക്കെ കളയണമല്ലോ. അതേപോലെ തന്നെ നല്ലപോലെ ഉരച്ചും എടുക്കണം. അപ്പം ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ നല്ലതുപോലെ ചൂടാവട്ടെ. ഞാനിപ്പോൾ ഇതിലേക്ക് കടുക് ഇടുന്നില്ല, ഉലുവയാണ് ഇടുന്നത്. ഒരു 4-5 തരി ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ ഒത്തിരി ഒന്നും ഇടണ്ട, ഒത്തിരിയൊക്കെ ഇട്ടാൽ ഒരു കയ്പ്പ് രസം ഉണ്ടാവുമേ. അതുകൊണ്ട് കുറച്ചേ ഇടുന്നുള്ളൂ. അപ്പം ചട്ടി ചൂടായി വരുന്നേ ഉള്ളേ. കടുകില്ലാത്തതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല, കടുകുണ്ടെങ്കിൽ പെട്ടെന്ന് പൊട്ടില്ല. അപ്പം ഞാനൊരു വലിയ കഷ്ണം ഇഞ്ചി എടുത്ത് വെച്ചിട്ടുണ്ട്, അരിഞ്ഞ് ചെറുതാക്കി വെച്ചേക്കണതാണ്, അതിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട്, ഒരു 4-5 അല്ലി വെളുത്തുള്ളി, അതും ചെറുതാക്കി അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ്. ഒന്ന് ചൂടാവട്ടെ. ഇനി ഞാനൊരു 3 പച്ചമുളകെല്ലാം പഴുത്തു പോയി. ഒരു 4 ചുമന്നുള്ളി, വലിയ സൈസായിരുന്നേ, അപ്പോൾ അതും അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് മൂക്കട്ടെ. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതിയേ. ഇനി ഇതിലേക്ക് ഒരല്പം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ 2 സ്പൂൺ മുളക് പൊടിയും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ എടുത്തിട്ടുണ്ട്. ഇനി ഇത് വേണമെങ്കിൽ ഒന്ന് നനച്ചിട്ടിടാം. നനച്ചിട്ടിടുമ്പം മുളക് പെട്ടെന്നൊന്ന് കരിഞ്ഞു പോവില്ല.
ഞാനിപ്പോൾ ഈ സമയമില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ പൊടിയായിട്ടങ്ങോട്ട് ഇട്ടത്. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണം. ആ മുളകിൻ്റെയും മഞ്ഞൾപ്പൊടിയുടെയും പച്ച മണമൊന്ന് മാറിക്കിട്ടട്ടെ. ഒത്തിരി അങ്ങോട്ട് കരിഞ്ഞു പോകണ്ട. മുളക് അങ്ങോട്ട് ഒത്തിരി മൂത്ത് പോയിട്ടുണ്ടെങ്കിൽ ആ കറിയുടെ നിറം അങ്ങോട്ട് മാറിപ്പോകും. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാൻ ദേ ഇപ്പോൾ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഒരു 4 കഷ്ണം കുടംപുളി അതും കൂടെ ഇട്ട് കൊടുക്കാം. കഴുകി വെച്ചിരുന്നതാണ്. ഇനി ആവശ്യത്തിന് ഉപ്പ്. കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ കുറച്ച് ആദ്യം ഒന്ന് ഇട്ട് നോക്കിയിട്ട് പിന്നീട് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതൊന്ന് തിളക്കട്ടെ. അപ്പോൾ അതേ തിളയൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെട്ടിത്തേച്ച് കഴുകി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങളും കൂടെ ഇട്ട് കൊടുക്കാം. വറ്റ, നിരത്തി ഇട്ട് കൊടുക്കണേ. എന്നിട്ടൊന്ന് പതുക്കെ കയ്യിൽ വെച്ചൊന്ന് അനക്കി കൊടുക്കണം. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കാം. അപ്പോൾ ഈ സമയം കൊണ്ട് ഞാൻ കപ്പ റെഡിയാക്കട്ടെ കേട്ടോ. അപ്പോൾ അതേ മീൻ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണമെങ്കിൽ ഒരു അല്പം വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കുന്നില്ല. വെളിച്ചെണ്ണ വേണമെങ്കിൽ 1 സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ അതേ തീ ഓഫാക്കാം. അപ്പോൾ ഞാൻ ആ സമയം കൊണ്ട് കപ്പ വേവിച്ചിട്ടുണ്ടായിരുന്നു. കപ്പയും മീൻ കറിയും കൂടെ കഴിക്കാം. കപ്പ തേങ്ങ അരച്ച് വെച്ചതാണ്. തേങ്ങയും വെളുത്തുള്ളിയും ചുവന്നുള്ളിയും പച്ചമുളകും കൂടെ അരച്ച് കപ്പ വേവിച്ചിട്ട് ഇട്ട് കുഴച്ചെടുത്തതാണ്. അപ്പോൾ ഇതൊരല്പം ചാറും 1 കഷ്ണം മീനും കൂടി ഇടാം. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ മീൻകറി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.